എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രസ് മീറ്റ് വിളിച്ച ഒരു വിഷയം പറഞ്ഞെങ്കിൽ കഴിഞ്ഞ ദിവസം മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യുവൻസിന്റെ എംഎൽഎ ആയിട്ടുള്ള AK മഷ്റഫ് BJPയുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിട്ടുള്ള ലോകേഷ് നോണ്ടാന്റെ എതിരായിട്ട് ഒരു ആരോപണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇതുപോലെയുള്ള പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരാളെ നമുക്ക് സസ്പെക്ട് ചെയ്യാം. SIRൽ നമുക്ക് ഫോം 7 കൊടുത്തിട്ടുള്ളത് സസ്പെക്ട് ആയിട്ടുള്ള വ്യക്തിന്റെ എതിര് നമുക്ക് ഫോം 7 ഫില്ലപ്പ് ആക്കിയിട്ട് കൊടുക്കുന്ന അവകാശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ നമ്മൾ ഇപ്പൊ ഇന്ന ആൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ നമുക്ക് സസ്പെക്ട് ഉണ്ടെങ്കിൽ അവരെതിരായിട്ട് നമ്മൾ ഫോം 7 ഫില്ലപ്പ് ആക്കിയിട്ട് ആ ഫോം സബ്മിറ്റ് ആക്കിയിട്ടുള്ളത്. ഫോം സബ്മിറ്റ് ആക്കിയത് അവകാശം എല്ലാവർക്കും ഉണ്ട്. സബ്മിറ്റ് ആക്കിയിട്ടായിട്ട് നമ്മൾ ERO കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ERO പറഞ്ഞത് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ചെയ്തോളൂ, ഇവിടെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോംസ് തിരികെ കൊണ്ടുവന്നിട്ടായിട്ട് സ്റ്റാഫ് വെച്ചുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത ശേഷം പിന്നെ അത് PLയുടെ മുമ്പ് പോകും, ടെക്നിക്കൽ ആയിട്ടുള്ള ഓഫീസേഴ്സ്മാരുടെ മുമ്പ് പോകും. അത് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, അവർക്ക് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. ആള് ജെന്യൂൻ ആയിട്ടുണ്ടെങ്കിൽ ആ വോട്ടിനെ ഡിലീറ്റ് ആക്കാണ്ട് വെക്കുന്ന ദൗത്യമാർക്കാണ് PLമാർക്ക്, ആ ഓഫീസർമാർക്ക്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള MLA ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഡിലീറ്റ് കൊടുത്തിട്ട് പറഞ്ഞിട്ടായിട്ട് നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസ് ബൈറ്റ് കൊടുത്തിട്ടുള്ളത്. AK മഷ്റഫ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കാണ്ട് ഇപ്പോ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോ ടൈമും ഓരോ ഡ്രാമ ഇവിടെ കളിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരെക്കാട്ടെ ടോൾ വിഷയം കൊണ്ട് ഡ്രാമ നടിച്ചു. പിന്നെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടിയത് കൊണ്ട് BJP ആണ് ഈ ടോള് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് BJPയുടെ വർക്ക് കൊണ്ടാണ് ഇവിടെ ടോൾ സ്റ്റോപ്പ് ആയിട്ടുള്ളത് ജനങ്ങൾ അറിഞ്ഞത് കൊണ്ട് അതിലും അദ്ദേഹം ഫെയിലൂർ ആയത് കൊണ്ട് പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ വേണമല്ലോ. അപ്പോൾ ഈ വോട്ടിന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടായിട്ട് ഡ്രാമ കളിച്ചു. പക്ഷേ ആ ഒരു MLAക്ക് നമുക്ക് ഫോം 7 ആർക്ക് വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം, ആ പെർമിഷൻ ഉണ്ടെന്ന് ആ MLAക്ക് അറിയുന്നില്ല. അപ്പൊ MLAക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയൂ? വെറുതെ ഇല്ലെങ്കിൽ നമ്മുടെ ജില്ലാ സെക്രട്ടറി, BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ആക്കിക്കൊണ്ടും അദ്ദേഹത്തിന് മെന്റലി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടും എന്തെങ്കിലും ഇങ്ങനെയുള്ള നാടകം കളിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ വെറുതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. അതൊക്കെ വേണ്ടിയിട്ടുള്ള എന്ത് നമ്മൾ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അദ്ദേഹത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ശ്രീ AK മഷ്റഫിക്ക് നന്നായിട്ട് അറിയാം. BJPയിൽ കാസർഗോഡ് ഫോമായ ശേഷം കാലകാലമായിട്ട് മുസ്ലിം ലീഗാണ് ഇവിടെ MLAമാരായിട്ടുള്ളത്. ഒരു തവണ മാത്രം 2006 എന്റെ ഓർമ്മ ശരിയായി 2006 ഇപ്പോ ഉദുമത്തിലുള്ള MLA ശ്രീ CH കുഞ്ഞാമ്പാണ് അന്ന് ഒരു തവണ LDFന്റെ MLA ആയിട്ടുണ്ടായിരുന്നു. ഇത്ര വർഷങ്ങൾ അവിടെ MLA ആയി. അതായ ശേഷം നമുക്കറിയാം 2016 K സുരേന്ദ്രേട്ടൻ മത്സര സമയത്ത് 89 വോട്ട്സ് കാണാൻ തോറ്റത്. അന്ന് നമുക്ക് ഒരു അന്വേഷണം നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായത് അവിടെ വ്യാപകമായിട്ടുള്ള കള്ള വോട്ടുകൾ നടന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞതായിട്ട്. അപ്പൊ അതിൽ വ്യക്തമായിട്ടുള്ള തെളിവ് 259 ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടായത്. അതിൽ 10 ആൾക്ക് സമൻസ് കൊടുത്തിട്ടാകുമ്പോൾ ആ 10 ആളും ഫേക്ക് വോട്ടേഴ്സ് ആണ് അറിഞ്ഞിരുന്നത്. പക്ഷേ അന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അബ്ദുൾ റസാഖ് മരണപ്പെട്ടത് കൊണ്ടാണ് അന്ന് BJP ആ കേസ് പിൻവലിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ആ കേസ് പിൻവലിക്കിട്ടില്ല. അന്ന് തന്നെ ഈ ലീഗിന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവും.
കാലകാലമായിട്ട് കള്ള വോട്ടുകൾ എടുത്തുകൊണ്ടാണ് അവിടെ മഞ്ചേശ്വരത്താവട്ടെ കാസർഗോഡാവട്ടെ ഇവിടെ MLA ജയിക്കുന്നത്. ഈ പ്രാവശ്യം എന്തായെങ്കിലും ഓരോരോ വോട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാസർഗോഡിലും പിന്നെ മഞ്ചേശ്വരത്തും. അതുകൊണ്ടാണ് നമ്മൾ ആ കള്ള വോട്ടുകൾ നടത്താൻ വേണ്ടിയിട്ട് വിടുന്നില്ല. ആ കള്ള വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് എടുക്കണം, അതും കൂടി ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ടായിട്ട് BJP അത് വർക്ക് നടത്തുന്നതാണ്. ഇതിൽ എന്താണ് തെറ്റിയായിട്ടുള്ളത്? നമുക്ക് ഓരോരോ വോട്ട് ജെനുവിൻ ആയിട്ടുള്ള വോട്ട് എടുത്തുകൊണ്ട് ജയിക്കണം, അല്ലാണ്ട് ഇങ്ങനെ കള്ള വോട്ടുകൾ എടുത്തുകൊണ്ട് ജയിക്കണ്ട. അറ്റ്ലീസ്റ്റ് ആ കള്ള വോട്ടുകൾ എടുത്തിട്ട് ജയിച്ചിട്ട് എന്താണ് ഇവിടെ ഡെവലപ്മെന്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കള്ള വോട്ടുകൾ എടുത്തുകൊണ്ട് ജയിക്കാൻ വേണ്ടി ഈ പ്രാവശ്യം നമ്മൾ വിടാൻ പോകുന്നില്ല. അതല്ലാണ്ട് ഈ AK അഷ്റഫ് ഒരു ഇപ്പോ ഈ പ്രാവശ്യം തോൽക്കും എന്ന് പറയുന്ന ഒരു എന്ത് പേടിയാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത്. അപ്പൊ ഓരോ ഡ്രാമ നടത്തുന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിംസ് കൺസോളിഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വർഗീയത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ ഇടയിൽ ഇങ്ങനെയുള്ള കോമുവാദി ക്രിയേഷൻ ചെയ്യുന്നത്. അന്ന് തോലുടെ വിഷയത്തിൽ സമാധാനം ശാന്തിയായിട്ടുണ്ടായ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിനെ അശാന്തിയായിട്ട് ജനങ്ങളെ ഇടയിൽ എന്തൊക്കെയുള്ള ഉള്ള പോയിസൺ വെച്ചുകൊണ്ടും ജനങ്ങളെ മനസ്സ് ഉദ്രേകമാക്കി. ഇന്ന് BJP മുസ്ലിംസ് അല്ലെങ്കിൽ ലീഗിന്റെ വോട്ട് തള്ളുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിട്ട് കള്ള പ്രശ്നം നടത്തിക്കൊണ്ട് ഇപ്പോ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതേപോലെ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ MLA ട്രൈ ആക്കുന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, BJP വർക്ക് ചെയ്യുന്നത് എവറി സിറ്റിസൺ വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ സിറ്റിസൺസ് വേണ്ടിയിട്ടാണ് BJP ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും, ഒരു വ്യക്തിക്കും പോലും ഇവിടെ വീട് ഇല്ലാത്ത പാടില്ല, ചോറില്ലാത്ത പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു തരത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഇവിടെ നേരെ മറിച്ച് കേരളത്തിൽ വന്നിട്ടാകുമ്പോൾ വർഗീയ 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 എന്നായിട്ട് ഈ നാട് കളിക്കുന്ന ഈ MLA-മാർക്ക് എതിരായിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തും. നമ്മൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഈ SIR ആയ ശേഷം ASD ലിസ്റ്റ് വന്നു. ASD ലിസ്റ്റ് വന്ന ശേഷം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസിൽ 15,000 ഏറെ ASD ലിസ്റ്റിൽ വോട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ASD മീൻസ് എല്ലാവർക്കറിയാം, ആബ്സെന്റും ഡെത്തും അതേപോലെ ഷിഫ്റ്റിംഗ്. അതിൽ 9,000 ആൾക്കാർ കൂടുതലായിട്ട് BJP വോട്ടേഴ്സ്മാരാണ് അതുണ്ടായത്. നമ്മളെ വോട്ടേഴ്സ്മാരുണ്ട് നമ്മൾ എവിടെ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. നമ്മൾ ജെന്വിൻ ആയിട്ട് അതിന്റെ വർക്കൗട്ട് ആക്കുന്നുണ്ട്. വർക്കൗട്ട് ആയിട്ട് ആ ASD ലിസ്റ്റിലുള്ള ആൾക്കാരെ, ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരെ ഇന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രയത്നിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവരെ പോലെ മാധ്യമത്തെ ഇത് വന്നിട്ടായിട്ടോ അല്ലെങ്കിൽ എവിടെ പോയിട്ടും കള്ള ഇത് എന്ത് വോട്ടേഴ്സ്മാർക്ക് വെറുതെ എടുക്കുന്നുണ്ട്, നമുക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ള പ്രചരണം നമ്മൾ നടത്തുന്നില്ല. അതേപോലെ AK അഷ്റഫ് ഇവിടെയുള്ള ഓഫീസർമാർക്ക് പ്രഷർ ഇട്ടുകൊണ്ടുണ്ട്. അതെതിരെ കേസ് എടുക്കണം പറഞ്ഞിട്ട് മാനസികമായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നത് നിർത്തണം. ഇത് ഒരു എല്ലാവരുടെ അവകാശമാണ്. ഇന്ത്യൻ നടത്തുന്ന ഈ SIR പ്രതിക്രിയയിൽ അതേപോലെ ഫോം 7 എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ കൊടുക്കുന്നത് നമുക്ക് ഒരാളെ സംശയം ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഇനിയും നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ഇനിയും നമ്മൾ അത് കൊടുക്കും. അതല്ലാണ്ട് ഇപ്പോ വോട്ട് ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമുക്കൊരു കിട്ടിയ കണക്കല്ലേ മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസിയിൽ നമുക്ക് 36,410 അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതേപോലെ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസിൽ 37,969 അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതിൽ മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസിൽ നമുക്ക് 11,000 ആൾക്കാർ കണക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി കണക്ക് എവിടെയാണ്, എങ്ങനെ വന്നു, എന്ത് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ റിയാലിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതല്ലാണ്ട് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ ക്ലിയർ വിഷൻ ആണ്. ഇതിൽ വ്യാപകമായിട്ട് മുസ്ലിം ലീഗിന്റെ പാർട്ടിനാണ്, ആ ഒരു സ്ഥലത്തിലാണ് വോട്ട് കൂടുതലായിട്ട് വ്യാപകമായിട്ട് ചേർക്കുന്നുള്ളത്. അതും ഒരു വ്യത്യസ്തമായിട്ട് സമയമുണ്ട്, ഒരു സമയം. ആ സമയത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ടോട്ടലായിട്ട് ബൾക്കായിട്ടുള്ള വോട്ടേഴ്സ് ചേർക്കുന്നുണ്ട്. നമുക്ക് സംശയമുണ്ട്, ഈ BLO-മാരെ വെച്ചുകൊണ്ട് BLO-മാര് അവർക്ക് OTP അവർക്ക് ആവശ്യകതയില്ല, OTP വേണമെന്നില്ല, അവർക്ക് എത്ര വേണം വോട്ട് ചേർക്കാൻ പറ്റും. അങ്ങനെ ഈ BLO-മാരെ യൂസ് ആക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ആൾക്കാർ വ്യാപകമായിട്ടുള്ള കള്ള വോട്ടുകൾ ഇവിടെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഡൗട്ട് നമുക്കുണ്ട്. ഇത് എന്തെങ്കിൽ ഇത് മറ്റന്നാള് നമുക്ക് കരട് വോട്ടർ പട്ടിക വന്നിട്ടായിട്ട് നമുക്കിത് പ്രൂവ് ആയി കഴിഞ്ഞെങ്കിൽ
അതിന്റെ കൂടെ നിന്ന BLF-ഉം അതേപോലെ ഈ കള്ള വോട്ടുകൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള അവർക്ക് എതിർത്ത് നമ്മൾ ഏതറ്റം പോയിട്ടായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് BJP തയ്യാറെടുപ്പ് നടത്തുന്നുള്ളതാണ്. അപ്പൊ ഇത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഈ AK അഷ്റഫിന്റെ നാടകം നിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ഇതിൽ പ്രശ്നമുള്ളത് ഫോം 7 ആർക്കും കൊടുക്കാം. പക്ഷേ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളതാണ്. അത് പരാതി കൊടുത്ത ആൾക്കാർ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതെ തെളിയിക്കാൻ രേഖകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് ജില്ലാ കളക്ടർ നമുക്ക് വാർത്താക്കുറിപ്പ് തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആളുകൾ ഹാജരായിരുന്നു. അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട് രേഖകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അത് തള്ളുകയും ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് യഥാർത്ഥ ബോധ്യം ഉണ്ടായിരിക്കുകയും അങ്ങനെ രേഖ കൈകാര്യം ചെയ്യുമ്പോൾ BJP ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഒരു ശ്രമമാണെന്നതാണ് BJPയുടെ ഒരു ആരോപണം. ഇതിനെന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ രേഖ ഇല്ലാന്ന് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോം 7 ആണ്. ലോകേഷ് കൊണ്ടുള്ള പേരിൽ ഫോം 7 ആണ്. ലോകേഷിനോട് ഫില്ലപ്പ് ആക്കിയിട്ടുള്ള ഫോംസ് ആണ്. അതേപോലെ അഡ്രസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ ഐ ഒബ്ജക്ട് ടു ദ പ്രൊപ്പോസ്ഡ് ഇൻക്ലൂഷൻ ഓഫ് ദ നെയിം ഓഫ് ദ പേഴ്സൺ മെൻഷൻ ബിലോ. ആബ്സെന്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ആബ്സെന്റ് ആണ്. അതേപോലെ മുഹമ്മദ് കയ്യാൽ എല്ലാം ഈ ഫോം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നോട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നത് കൊണ്ട് അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ ഇയാളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ അത് സബ്മിറ്റ് ആക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് ഓൺലൈനിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അത് ഒരാളുടെ BJP ഇപ്പോൾ നിലവിലെ മഞ്ചേശ്വരവും കാസർഗോഡും മണ്ഡലത്തില് വ്യാപകമായി ഇതുപോലെയുള്ള കള്ള വോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഫോം 7 ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതിലെവിടെയും ഇന്ത്യൻ സിറ്റിസൺ അല്ലാന്നുള്ള മാർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. കൃത്യമായും ഷിഫ്റ്റ് അതുപോലെ തന്നെ ഡെത്ത് ആയിട്ടുള്ളത് SD ലിസ്റ്റിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലം മാറിപ്പോയവര്, ആദ്യം മണ്ഡലത്തിൽ ഇല്ലാത്തവര്, ഇതുപോലെയുള്ള ആൾക്കാരെ ഞങ്ങള് താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലോകേഷ് കൊണ്ട എന്ന് പറഞ്ഞ BJPയുടെ ജില്ലാ സെക്രട്ടറി എന്നതിനേക്കാൾ ഉപരി BLA2 കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തകന്മാരുടെ നിർദ്ദേശം, ആ താഴെത്തുള്ള പ്രവർത്തകർ അവർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ വ്യക്തി മുഹമ്മദ് എന്ന വ്യക്തിയെ അത്രയും കൂടുതലൊന്നും കാണുന്നില്ല. അദ്ദേഹം സ്ഥലം മാറിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ കൂട്ടിൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രേഖ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ രേഖ നേരിട്ട് ഇയാളുടെ കയ്യിൽ ഒന്നിച്ച് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തത് തിരിച്ച് അദ്ദേഹം നിങ്ങൾ തന്നെ ഓൺലൈൻ ചെയ്തോളൂ എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലായെങ്കിലും കാസർഗോഡ് നിയോജക മണ്ഡലത്തിലും AK അഷ്റഫ് ഇന്ന് ആരോപിക്കുന്ന ഓരോ ആരോപണം അഷ്റഫിന്റെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോപണം മാത്രമാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങളോട് പറഞ്ഞ വികസന കാര്യങ്ങൾ ഒന്നുപോലും അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള വിരോധം ആ മഞ്ചേശ്വര മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിരോധം ഉണ്ട് നിലവിൽ. അതിന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ടോൾ വിഷയമായിട്ട് വന്നത്. ആ ടോൾ വിഷയത്തിൽ ഒരുപാട് സമര നാടകങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞ് അവസാനം അത് BJPയുടെ ഇടപെടലാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും വർഗീയ ധ്രുവീകരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അഷ്റഫ് പറയുന്നത് ഇതുപോലെ ഫോം 7 ഉപയോഗിച്ച് ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നാൽ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണോ, ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് അയക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയൊരു ഭീതി പടർത്തുക. അതായത് BJP ഇവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, എല്ലാ വർഷവും അവർ ചെയ്യുന്ന തരത്തിൽ തന്നെ BJP മഞ്ചേശ്വരത്തും കാസർഗോഡ് ജയിക്കാൻ പോകുന്നുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള വർഗീയ ധ്രുവീകരണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ആദ്യം നിർത്തേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാൻ AK അഷ്റഫ് തയ്യാറാകണം. ഇത് BJPയുടെ വെല്ലുവിളിയാണ്. വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് മഞ്ചേശ്വരം മണ്ഡലത്തില് ജനങ്ങളുമായി അദ്ദേഹം സംവദിക്കണം. ഇതാണ് ഞങ്ങൾ പറയുന്ന വെല്ലുവിളി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇന്നും മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു പദ്ധതി പോലും അദ്ദേഹം തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനവും അദ്ദേഹം നടപ്പിലാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന പോലുമില്ല. വ്യാപകമായി എങ്ങനെയെങ്കിലും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം, ജയിക്കണം എന്ന ഒരൊറ്റ കാര്യം മാത്രമേ അഷ്റഫ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് BJP പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഭീതി പരത്തുവാനുള്ള ആ നീക്കം അദ്ദേഹം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്നാമത്തത് ഫോം 7 ഉപയോഗിക്കുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവത്തിലാണെങ്കിൽ അതേ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാം
അതാണ് കളക്ടർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രശ്നം ഇപ്പോ പിന്നെ നോട്ട് ഇന്ത്യൻ സിറ്റിസൺ എന്നത് ടെക്നിക്കൽ പ്രൊഫഷൻ ആവാം എന്നാണ് BJP പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരേ വിഭാഗത്തിലുള്ള ആളുകളുടെ വോട്ട് തള്ളാനാണ് BJP കൊടുത്തിട്ടുള്ളത്. BJP ഇപ്പോൾ ന്യൂനപക്ഷ ഭീതിപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊടുത്തതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വേണ്ടേ? അങ്ങനെയില്ല, ഒറ്റ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമാണ് പല ഘട്ടങ്ങളിലായി BJP വോട്ട് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ആളുകൾ സംശയിക്കില്ല. അതായത് BJP മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ BJPയുടെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൽ 99% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളവിടെ മുസ്ലിം ലീഗാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളികൾ. ആ മുസ്ലിം ലീഗിന്റെ വോട്ട് കുറക്കാൻ വേണ്ടി, കള്ള വോട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം വിഭാഗമായതുകൊണ്ട് അത് മുസ്ലിം സമുദായത്തെ ഞങ്ങൾ വെട്ടുന്നു എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. ഞങ്ങൾ ഒരിക്കലും മുസ്ലിം സമുദായത്തെ അല്ല, മുസ്ലിം ലീഗിനെയാണ്. ആ മുസ്ലിം ലീഗിൽ 99% മുസ്ലിം സമുദായത്തിൽ പെട്ടുപോയത് ഞങ്ങളുടെ കുറ്റമല്ല. UDF ആണ് അവിടെ മത്സരിക്കുന്നത്. UDFന് സ്വാധീനമുള്ള ഒരുപാട് UDF എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്വാധീനമുള്ള പ്രദേശമുണ്ട്. UDF എന്ന് പറയുന്നത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ വെറും എഴുത്തുകളിൽ മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് BJPയുടെ സിറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പിടിച്ചെടുത്തത് കോൺഗ്രസിന്റെ നേതാവാണ് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പേരില് 4 വാർഡുകൾക്ക് 50,000 രൂപ വെച്ച് ആ മുസ്ലിം ലീഗിനെ പർച്ചേസ് ചെയ്തത്. അവിടെ സോമശേഖരൻ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പേര് മാത്രമേ ഉള്ളൂ. അത് മൊത്തം മുസ്ലിം ലീഗ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അനുജന വളരെ വ്യക്തമായി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ വാർഡുകളിലേക്ക് പണം കൊടുത്താണ് മുസ്ലിം ലീഗിനെ ഞങ്ങൾ സജ്ജരാക്കിയിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യൻ പൗരനല്ല എന്നീ ഫോം 7 ആ പരാതി എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത്. സാങ്കേതിക തകരാറ് മൂലം മാറി വന്നതാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വാദം BJPക്ക് ഇല്ല എന്നർത്ഥം. സ്വാഭാവികമായി അടുത്ത നടപടിക്രമം എന്നുള്ളത് ഇത് ഹിയറിംഗിൽ എത്തുമ്പോൾ ഈ കാര്യം ബോധ്യപ്പെടുത്താമല്ലോ. ഹിയറിംഗിന് ശേഷമാണ് ജില്ലാ കളക്ടർ ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അതായത് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യം പരാതിക്കാരൻ ഹിയറിംഗിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും ആ വ്യക്തി അവിടെ താമസമില്ല എന്ന അത് കൺവേ ആയി. ഞാൻ ചോദിക്കുന്നത് അപ്പൊ തെറ്റായ പ്രചാരണം ഇങ്ങനെ മാറി വന്നതിനെ തുടർന്നാണല്ലോ മഞ്ചേശ്വരം MLA ഉൾപ്പെടെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് നിയമപരമായി ഈ കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വേദി എന്നുള്ളത് പരാതിക്കാരന്, അതായത് ലോകേഷിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് ഹിയറിംഗിലാണ്. ഹിയറിംഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഹിയറിംഗിൽ എന്തുകൊണ്ടാണ് ഈ താൻ അത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല, താൻ അങ്ങനെ പരാമർശിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാത്തത്? അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടും ജില്ലാ കളക്ടർ പരാതിക്കാരെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ അസ്വാഭാവികതയില്ലേ? എന്താണ് അതിൽ സംഭവിച്ചത്? ലോകേഷ് നോണ്ട പാർട്ടി ജില്ലാ സെക്രട്ടറി BLL2 അദ്ദേഹം ഇത്തരത്തിലൊരു ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വ്യക്തി സ്ഥലത്തില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇത് തിരിഞ്ഞ് AK മസ്റഫ് പ്രസ് മീറ്റ് വിളിച്ച് പറയുമ്പോഴാണ് ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വന്നിട്ടുള്ള സാങ്കേതികത എന്ത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇനി മീറ്റ് വിളിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നത്. അല്ലാതെ രാഷ്ട്രീയമായ മറുപടിയാണ്. പരാതിക്കാരന് കൃത്യമായ അവസരമുണ്ടല്ലോ ഹിയറിംഗിൽ ഇത് ബോധ്യപ്പെടുത്താൻ. സാങ്കേതികമായ പ്രശ്നമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഹിയറിംഗിന്റെ സമയത്ത് അത് കൃത്യമായിട്ട് സാങ്കേതിക പ്രശ്നമാണെങ്കിൽ പരാതിക്കാരനെ സംബന്ധിച്ച് അത് ആ ഹിയറിംഗിൽ ബോധ്യപ്പെടുത്താം. ഇത് സാങ്കേതിക പ്രശ്നമാണ്, താൻ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല. ഹിയറിംഗിന് തൊട്ടു മുമ്പാണ് AK മഷ്റഫ് ഇത്തരം ഒരു പ്രസ്താവനയായിട്ട് ഹിയറിംഗിന് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത രീതിയും ഇതിൽ വന്നിട്ടുള്ള ചില കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് അത് എന്താ മറുപടി കൊടുക്കേണ്ടതെന്നുള്ള പ്രശ്നം ജില്ലാ സെക്രട്ടറി അല്ലേ ലോകേഷ്? അതെ. സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പ്രചാരണത്തെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാവണം. ഇപ്പോൾ ഇന്ത്യൻ പൗരനാണ് എന്ന് ലോകേഷ് പരാതി നൽകിയെന്ന് പറയുന്നതിൽ വേറെ രാഷ്ട്രീയ മാനമുണ്ട്. അപ്പൊ സ്വാഭാവികമായി അത് തിരുത്താൻ പറ്റുന്ന വേദി എന്നുള്ളത് ഹിയറിംഗ് ആണ്. ആ ഹിയറിംഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവിടെ താൻ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർന്ന സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ ആ ഹിയറിംഗിന് ശേഷം ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുക? അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. കൊടുത്തത് നമ്മൾ ഇങ്ങനെയല്ലോ, നമ്മൾ കൊടുത്തത് അബ്സെന്റ് ആണ്.
അപ്പൊ ഇത് എങ്ങനെയാണ് വന്നതെന്ന് പോലും നമുക്ക് അന്നാണ് അറിയുന്നത്. അന്ന് എ കെ അഷ്റഫ് പ്രസ് മീറ്റിൽ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് അറിയുന്നത് ഇങ്ങനെ നോൺ സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ അല്ല, നോൺ ഇന്ത്യൻ സിറ്റിസൺ അല്ല കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അന്വേഷിക്കേണ്ടത് എവിടുന്ന് വന്നത് ഫോം തന്നിട്ടായിട്ട്, ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ഫോമേ കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് തെളിവേണ്ടത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഫോംസ് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. പിന്നാണ് അതായത് താൻ നൽകിയിട്ടുള്ള പരാതി ഇന്ത്യൻ പൗരനല്ല എന്ന് ലോകേഷ് ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രചാരണം നടക്കുമ്പോൾ ആ ഹിയറിംഗിൽ അത് തിരുത്തുന്നതിൽ എന്ത് കൺഫ്യൂഷൻ ആണുള്ളത്? മറ്റൊരു സംശയം കൂടെ, കാരണം ഹിയറിംഗിന് വിളിക്കുമല്ലോ, അപ്പൊ പരാതിക്കാരനെ വിളിക്കുന്ന സമയത്തും പരാതിക്കാരനും ഇതുപോലെ തന്നെ നോട്ടീസ് ലഭിക്കല്ലോ. ആ നോട്ടീസിൽ കൃത്യമായിട്ട് ഈ റീസൺ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലോ. ഈ നടപടിക്രമം എല്ലാം അറിയാത്ത ആളാണോ ഈ പരാതി കൊടുക്കുന്നത്? പരാതിക്കാരനെ ഫോൺ ചെയ്ത് പറയും ഹിയറിംഗ് നോട്ടീസ് പരാതിക്കാരൻ വന്നില്ല. ഫോൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ അവിടെ പോയി. അതിനു മുമ്പ് തന്നെ അഷ്റഫ് അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഷ്റഫിൽ നിന്നോ ഒരു കുഴപ്പമില്ല. ഈ ഹിയറിംഗിൽ അദ്ദേഹം അതിനു മുമ്പ് ഈ അഷ്റഫ് ഇദ്ദേഹം പറയുന്നത് ഈ ചാനലിന്റെ വാർത്തകൾ അറിയുന്നത് അതിന് ശേഷം അല്ല. ഹിയറിംഗ് എന്താണ്? ഹിയറിംഗിൽ സ്വാഭാവികമായി ചോദിക്കാൻ പോകുന്നത് ചോദിച്ചു എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ചോദ്യം പൂർത്തിയാക്കട്ടെ. അതായത് ഹിയറിംഗിൽ ചോദിച്ചു, അതായത് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച പ്രസ്താവന കൃത്യമായി പറയുന്നത് ഹിയറിംഗിൽ ഈ രേഖകൾ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പൗരനല്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്ന് ഹിയറിംഗിൽ പരാതിക്കാരനോട് ചോദിച്ചു എന്നാണ്. പരാതിക്കാരൻ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പരാതിക്കാരനെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളത് പരാതിക്കാരന്റെ കയ്യിലൊന്നും അത് പറഞ്ഞിട്ടില്ല. അവിടെ ആര് പറഞ്ഞവരെ പറഞ്ഞിട്ടില്ല. ഈ ഹിയറിംഗിന് ശേഷം അന്ന് വൈകുന്നേരമാണ് കലക്ടറേറ്റിൽ 4 മണിക്കാരും മീറ്റിംഗ്. ആ കലക്ടറേറ്റിലെ മീറ്റിംഗിൽ പോയ വ്യക്തിയാണ് ഞാൻ. ആ മീറ്റിംഗിൽ ഞാൻ EROയോടും കലക്ടറോടും ചോദിച്ചു, ആ പരാതിയിൽ ഇത് തന്നെയാണോ കാരണം പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ കലക്ടർക്കും പറയാൻ സാധിച്ചിട്ടില്ല, EROക്കും ഉറപ്പിച്ചു പറയാൻ സാധിച്ചിട്ടില്ല അന്നത്തെ യോഗത്തിൽ. എങ്കിലും അവർ പറയണമായിരുന്നല്ലോ. അഷ്റഫ് എന്തോ പറഞ്ഞത് വെച്ച് ഞങ്ങൾ മറുപടി പറയേണ്ട ആളല്ല. കലക്ടർ പറയട്ടെ, ERO പറയട്ടെ. രണ്ടുപേരും ആ യോഗത്തില് ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പറയുന്നത് കേട്ടു. അതിനുശേഷം രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓഫീസില്ലല്ലോ. തിങ്കളാഴ്ചയാണ് ഞങ്ങൾ അവരെ ബന്ധപ്പെടുന്നത്. വീണ്ടും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇല്ല, സിമ്പിൾ അല്ല. നിങ്ങൾ പറയുന്ന പോലെ സിമ്പിൾ അല്ല. സിമ്പിൾ അല്ല. ഇത് പരിശോധിക്കാതെ ലോകേഷനോടൊപ്പം പറയാൻ സാധിക്കില്ല. എങ്ങനെ വന്നു പരിശോധിക്കണം. ആ സമയത്ത് ലോകേഷോടെ ഓൺലൈനിൽ പരാതി കൊടുക്കുമ്പോ തന്നെ ഒരു പ്രിന്റ് ആയിട്ട് കിട്ടുമല്ലോ. അതിലെന്തായിരുന്നു പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചിട്ടില്ല. അത് പ്രിന്റ് ഔട്ട് കിട്ടണമെന്നില്ല. വേറെ ആളെ മുഖാന്തരം ചെയ്യുമ്പോൾ പ്രിന്റ് ഔട്ട് വേണമെന്നില്ല. ഈ ഇതില് ഫോമില് സീരിയൽ നമ്പർ എഴുതി വെക്കും. അല്ല, കിട്ടിയേക്കാം. ഞങ്ങൾ സീരിയൽ നമ്പർ എഴുതി വെക്കുന്നു. ആ സീരിയൽ നമ്പറാണ് നമ്മുടെ രേഖ. അപേക്ഷയിൽ വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം, പ്രിന്റ് ഔട്ട് എടുക്കാതെയും ഇരിക്കാം, അല്ലെങ്കിൽ ചെയ്യാം. ലോകേഷ് കൊണ്ട് ഡയറക്റ്റ് സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൊടുത്ത പരാതിയാണ്. അല്ല, പുറത്ത് കഫേൻ ചെയ്ത അല്ല, പുറത്ത് ചെയ്ത ആള് OTP വരും. അത് മലപ്പുറം ചെയ്താണ്. പിന്നെ പരിശോധിക്കാം. OTP വരുമ്പോ OTP പറഞ്ഞു. ഈ ഫോം 7 ഇലക്ഷനുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്കൊരു വിശ്വാസമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ചെയ്യും. ഇപ്പൊ ടെക്നോളജി സൗകര്യത്തിനനുസരിച്ച് ചെയ്യും. ഇപ്പൊ ഇതുപോലെ ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്തും കാസർഗോഡിലും നിയോജക മണ്ഡലത്തില് ഒരു പ്രത്യേക സമയത്ത് വ്യാപകമായി വോട്ട് ചേർക്കൽ നടക്കുന്നുണ്ട്. പ്രത്യേക സമയത്ത് 6 മണി മുതൽ 11 മണി വരെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വ്യാപകമായിട്ടുള്ള വോട്ട്, അത് BLOമാർ വഴിയാണ് ഈ വോട്ട് ചേർക്കൽ നടക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, ഉദ്യോഗസ്ഥന്മാരെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും
BLM-മാരെ കൂട്ടുപിടിച്ചും മുസ്ലിം ലീഗിന്റെ അനുകൂലമായിട്ടുള്ള BLM-മാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലും കാസർഗോഡിലും വ്യാപകമായി ലീഗിന്റെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യസന്ധമായിട്ടുള്ള വോട്ട് തന്നെയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. AK മസ്റഫ് നിങ്ങൾ ചിലപ്പോ സൂചിപ്പിക്കുന്ന പോലെ അത്ര വലിയ ഒരു മഹാത്മാഗാന്ധിയൊന്നും അല്ല AK മസ്റഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എത്രയോ കേസുകൾ, ക്രിമിനൽ കേസ് അടക്കം ഉള്ള വ്യക്തിയാണ്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ പലതിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 16,000ഓളം വോട്ട് ചേർത്തതിന്റെ വ്യക്തതയില്ല. ഇപ്പോഴും അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആകെ 11,000 വോട്ട് രേഖകൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഏത് ഭാഗത്ത് വന്നിട്ടുള്ളതെന്ന്. അത്തരത്തിൽ BLM-മാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചായവായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് കൊണ്ടുപോകും. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, എല്ലാവർക്കും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പലയിടത്തും BLM-മാർ, കാരണം BLM-2-ന് വോട്ട് ചേർക്കുമ്പോൾ OTP പോകും. ആ OTP പോകുമ്പോഴാണ് കൃത്യമായിട്ട് ആ വ്യക്തി തന്നെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി അറിയാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ BLM-മാർക്ക് OTP പോകുന്നില്ല. അവർക്ക് എത്ര ആളുകളും ചേർക്കാം. BLM-2-ന് ലിമിറ്റ് ഉണ്ട് വോട്ട് ചേർക്കുന്നതിന്. ഇതും ഞങ്ങളുടെ സംശയത്തിന്റെ, അതായത് BLM-മാർ നേരിട്ട് ലീഗിന്റെ കേന്ദ്രത്തിൽ പോയി വോട്ട് ചേർക്കുന്നതാണ് ഞങ്ങളുടെ ആരോപണം. അതായത് BLO ലീഗിന് അനുകൂലമായിട്ടുള്ള BLM-മാരെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് ആ BLM-മാർ ആരാണെന്ന് തെരഞ്ഞെടുപ്പ് നോക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ 7 പേരാണല്ലോ അന്ന് ലോകേഷ് നാട്ടെ കൊടുത്തത്, ഈ മുഹമ്മദ് അടക്കമുള്ള. അവരുടെ ബാക്കിയുള്ള സ്റ്റാറ്റസ് എന്താ? അവരുടെ വോട്ടുകൾ തള്ളിയോ അതോ ഇപ്പോഴും തുടരുന്നുണ്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രൻ പരാജയപ്പെട്ട സമയത്ത് നമുക്ക് ആ സമയത്ത് മുസ്ലിം ലീഗ് വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് നടത്തിയിട്ടുണ്ട് മഞ്ചേശ്വരം. മാധ്യമങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വ്യാപകമായിട്ടുള്ള കള്ളവോട്ട്. ആ കള്ളവോട്ട് നടന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒന്ന് BJP ജയിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം Form 7 മാക്സിമം ഞങ്ങൾ ഉപയോഗിക്കും. സംശയമുള്ളവരെയൊക്കെ തന്നെ ഞങ്ങൾ ഡിലീഷൻ കൊടുക്കും. അത് ഒരു പ്രത്യേക സമുദായത്തിലായിപ്പോയി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഖേദമുണ്ട്. കാരണം മുസ്ലിം ലീഗാണ് ഞങ്ങളുടെ എതിരാളി. CPM ആയിരുന്നു എതിരാളിയാണെങ്കിൽ ചിലപ്പോൾ CPM-ന്റെ കള്ളവോട്ട് തടയാൻ ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ഞങ്ങളുടെ എതിരാളികളായതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അതിലുള്ളത്. അതിനെ വളരെ ബുദ്ധിപൂർവമായിട്ടാണ് AK മസ്റഫ് ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇനിയൊരു തോൽവി അത്തരത്തിൽ ജനാധിപത്യമായ രീതിയിലുള്ള വിജയം വരട്ടെ, ജനാധിപത്യപരമായിട്ട് ജയിക്കട്ടെ മുസ്ലിം ലീഗ്. അല്ലാതെ കള്ളവോട്ട് ചെയ്തും ഇരട്ട വോട്ട് ചെയ്തും ഒക്കെ പുറമെ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തും ഒക്കെ ജയിക്കണ്ട, അതിനെ തടയിട്ടെന്നാണ് BJP പറയുന്നത്. നമ്മുടെ കൊടുത്ത പരാതിയുണ്ടല്ലോ, ഞാൻ ഒന്നും പറഞ്ഞല്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ല റിട്ടേൺ ആയിട്ട് പല കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ കളക്ടർ കാണുന്നുണ്ട്. റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടില്ല, കാരണം അത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒന്നും വിഷയമല്ല. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഇത് മനഃപൂർവ്വം അല്ലെങ്കിൽ അത് കുറച്ച് നമുക്ക് അന്വേഷിക്കണ്ടേ, എവിടെ നിന്നാണ് എന്താണ് വന്നിട്ടുള്ളത് പറയുന്നത് കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ കൊടുത്ത രേഖ ഇങ്ങനെയാണ്, പക്ഷെ അത് എങ്ങനെയാണ് അവിടെ അങ്ങനെ ആയതെന്ന് പോലും നമുക്ക് അറിയാലോ. അപ്പൊ അത് അറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രസ് മീറ്റ് വിളിച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ടായിട്ട് ഡീസിനെ കാണാൻ പോകുന്നത്. ഇനി ഞങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലാന്ന് കൊടുക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം കഴിഞ്ഞ വർഷമാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു ബംഗ്ലാദേശ് മുതൽ പൊട്ടിക്കുന്നത്. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ ഇന്ത്യ പൗരൻ അല്ലാന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെച്ച് ഞങ്ങൾ ഇനിയും